അഭിനയ രംഗത്ത് നിന്നും വർഷങ്ങളായി മാറി നിൽക്കുകയാണ് അസിൻ. വിവാഹശേഷം അഭിനയിക്കുന്നില്ല നടി തീരുമാനിക്കുകയായിരുന്നു. 2016-ലായിരുന്നു അസിനും രാഹുൽ ശർമ്മയും തമ്മിലുള്ള വിവാഹം. രഹസ്യമായിരുന്ന ഡേറ്റിംഗ് കാലത്ത് ശേഷമായിരുന്നു വിവാഹം. വിവാഹത്തിന് ശേഷം ലൈംലൈറ്റിൽ നിന്ന് അസിൻ പൂർണ്ണമായും മാറി നിന്നു. സെലിബ്രിറ്റികളുടെ പിറകെ നിഴല് പോലെ ഇന്ന് പപ്പരാസികൾ ഉണ്ടെങ്കിലും അസിന്റെ ഒരു ഫോട്ടോ പോലും ഇതുവരെ ഇവർക്ക് പുറത്തുവിട്ടിട്ടില്ല. സ്വന്തം സോഷ്യൽ മീഡിയ അക്കൗണ്ടിലും നടി സജീവമല്ല. പല നടിമാരും അഭിനയരംഗം വിട്ടെങ്കിലും അവാർഡ് ഷോയ്ക്കോ വിവാഹ ചടങ്ങിലൊക്കെ മറ്റും എത്തുമ്പോൾ ഫോട്ടോകൾ പുറത്തു വരാറുണ്ട്. എന്നാൽ അസിനെ ആരാധകർ അഭിനയരംഗത്ത് വിട്ടതിനു ശേഷം കണ്ടിട്ടേയില്ല. അസിനെ വിവാഹം ചെയ്യുന്ന സമയത്ത് മൈക്രോമാക്സിന്റെ അമരക്കാരായിരുന്നു രാഹുൽ ശർമ്മ. അന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ മൊബൈൽ ബ്രാൻഡുകൾ ഒന്ന്. എന്നാൽ പിന്നീട് ഈ കമ്പനി തകർന്നു. ഇതേക്കുറിച്ച് പുതിയ പോഡ്കാസ്റ്റിൽ രാഹുൽ സംസാരിക്കുന്നുമുണ്ട്. ചൈനീസ് കമ്പനികളുടെ കടന്നുവരവാണ് മൈക്രോമാക്സിനെ ബാധിച്ചതെന്ന് രാഹുൽ ശർമ്മ പറയുന്നു. പാൻഡമിക്കിന്റെ സമയത്തായിരുന്നു കമ്പനിയുടെ മരണമണി മുഴങ്ങിയത്. മഹാമാരിക്ക് മുമ്പ് വിപണിയിൽ 50% കൈവശമുണ്ടായിരുന്ന ഇന്ത്യൻ ബ്രാൻഡുകൾ പിന്നീട് പൂർണ്ണമായും നശിച്ചു. ചൈനീസ് കമ്പനികളുടെ മത്സരം കമ്പനിയുടെയും വിപണിയെയും ബാധിച്ചു. ഇതിനു പിന്നാലെ മഹാമാരിക്കാലം വന്നതോടെ കമ്പനിയെ പൂർണ്ണമായും പരാജയപ്പെടുത്തിയെന്ന് രാഹുൽ ശർമ്മ പറയുന്നു. 2020-ൽ മത്സരം മതിയാക്കി മാനുഫാക്ചറിംഗിലേക്ക് തിരിഞ്ഞു. മറ്റ് ബ്രാൻഡുകൾക്ക് വേണ്ടി മാനുഫാക്ചറിംഗ് ചെയ്യാൻ തുടങ്ങിയതോടെ മുമ്പത്തേക്കാളും വരുമാനം ഒരുപാട് കൂടുതലാണ്. അത് പലർക്കും അറിയില്ലായിരുന്നു. എന്നാൽ മുമ്പത്തേക്കാൾ ഇന്ന് നന്നായി പോകുന്നു. കമ്പനി തകർന്നപ്പോഴും ടെക്നോളജി മേഖലയിൽ തന്നെ നിൽക്കുന്നതിന്റെ തന്റെ അടിസ്ഥാനപരമായ തീരുമാനമെന്ന് രാഹുൽ ശർമ്മ വ്യക്തമാക്കി. റിയൽ എസ്റ്റേറ്റിലേക്കോ മറ്റോ തിരിഞ്ഞാലെന്നും രാഹുൽ ശർമ്മ ചൂണ്ടിക്കാട്ടി. നിഖിൽ കാമത്തിന്റെ പോഡ്കാസ്റ്റിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ശർമ്മ. അരിൻ എന്നാണ് അസിന്റെ രാഹുൽ ശർമ്മയുടെ മകളുടെ പേര്. മകളുടെ ഫോട്ടോ പിറന്നാൾ ദിനത്തിൽ അസിൻ പങ്കുവയ്ക്കാറുമുണ്ട്. തെന്നിന്ത്യൻ താരറാണിയായിരിക്കെ അസിൻ ബോളിവുഡിലേക്ക് കടന്നത്. ഗജനി ഒരു ഹിന്ദി റീമേക്കിലൂടെയായിരുന്നു തുടക്കം. ആമിർ ഖാന്റെ നായികയായ സിനിമ വൻ വിജയം നേടി. പിന്നീട് സൽമാൻ ഖാന്റെ റെഡി എന്ന സിനിമയിലും അഭിനയിച്ചു. എന്നാൽ പിന്നീട് വലിയ ഹിറ്റുകൾ ബോളിവുഡിൽ നിന്ന് അസിന് ലഭിച്ചതുമില്ല. തമിഴ്, തെലുങ്ക് സിനിമാരംഗത്ത് അതേ വിജയഗാഥ അസിന് ബോളിവുഡിൽ ആവർത്തിക്കാനുമായില്ല. ബോളിവുഡ് എന്ന ഗ്ലാമറസ് ലോകവുമായി പൊരുത്തപ്പെട്ടു പോകാൻ അസിന് സാധിച്ചിരുന്നില്ല. തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് അക്കാലത്ത് അസിനായിരുന്നു ഏറ്റവും താരമൂല്യമുള്ള നടി. എന്നാൽ ബോളിവുഡിൽ അസിന് മുന്നിൽ നിരവധി പേരുണ്ടായിരുന്നു. ഇവർക്കൊപ്പം മത്സരിച്ച് നിൽക്കുക എളുപ്പമായിരുന്നില്ല. 2015-ൽ പുറത്തിറങ്ങിയ ഓൾ ഈസ് വെൽ എന്നാണ് അസിൻ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ.